കഥയുടെ ക്രൂരന്മാരായ ആളുകളിൽ നിന്നും ഒരു നമക്കൻ കുട്ടിയെ രക്ഷിച്ചു വരുന്ന ഗുഹാനും ക്രില്ലിനും കൂടി അവരെ കൊല്ലാനായി പിറകിയെത്ത ഡൊഡോറിയനെ വഴിതെറ്റിച്ച് രക്ഷപ്പെടുമ്പോൾ പെടുങ്ങനെ ഡൊഡോറിയുടെ എതിരെ വരുന്ന വെജിറ്റ നിഷ്പ്രയാസം ഡൊഡോറിയനെ കൊന്നുകളയുന്നതും നമക്കൻ കുട്ടീനെ കൂട്ടിക്കൊണ്ട് ഗുഹാനും ക്രില്ലിനും ബുൾമയുടെ അടുത്തേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി നമക്കൻ സാഗയുടെ 6ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. ഡൊഡോറിയനെ കൊന്നുകളഞ്ഞ വെജിറ്റ എത്ര ലളിതമായിട്ടാണ് എനിക്ക് അവനെ കൊല്ലുവാൻ സാധിച്ചത്. എന്റെ ശക്തി കണ്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ഭൂമിയിൽ വെച്ചുണ്ടായ പോരാട്ടം എനിക്കൊരു വരമായി തീർന്നിരിക്കുകയാണ്. പിന്നെ ഡൊഡോറിയ പറഞ്ഞതുപോലെ ഭൂമിയിലെ പുഴുക്കളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ദൂരെയായി ശക്തരായ രണ്ടുപേരുടെ എനർജി സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരെ എത്രയും വേഗം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ ശക്തി വന്ന ഇടത്തിലേക്ക് നോക്കി പറക്കുന്നു. അതേസമയം വിദൂരതയിൽ അമയ്ക്കൻ ചെറുക്കനുമായി ഗുഹാനും ക്രില്ലിനും അന്തരീക്ഷത്തിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെടുങ്ങനെ ഗുഹാനും ക്രില്ലിനും വളരെയധികം ശക്തിയുള്ള ആരോ വളരെയധികം വേഗത്തിൽ അവരുടെ നേർക്ക് പറന്നു വരുന്നതായി അനുഭവപ്പെടുന്നതിനാൽ നാമക്കൻ കുട്ടിയെ കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ പിറകിലായി പോയി ഒളിച്ചു നിൽക്കുകയാണ്. വിഷമിക്കേണ്ട ഗുഹാൻ, നിങ്ങൾ രണ്ടുപേരും ശക്തി താഴ്ത്തി വെക്കുക. എനർജി മീറ്റർ ഇല്ലാത്തതിനാൽ അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രില്ലിയൻ പല്ല് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിന്നൽ വേഗത്തിൽ അവിടേക്ക് പറന്നു വരുന്ന വെജിറ്റ, അയ്യോ ഇത്രയും നേരം എനിക്ക് രണ്ടുപേരുടെ എനർജി സെൻസ് ചെയ്യാൻ സാധിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ അത് മറിഞ്ഞിരിക്കുന്നു, എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ മലകളുടെ ചുറ്റും വെജിറ്റ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 36 ഡിഗ്രി കോണിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഗുഹ പെട്ടെന്നൊരു കാഴ്ച കണ്ടുകൊണ്ട് അമ്മയെ എന്ന് വിളിച്ച് ഉറക്കെ കരയുക. അവിടേക്ക് തിരിഞ്ഞു നോക്കുന്ന ക്രില്ലിനും വെജിറ്റനെ കണ്ട് വാ പിളർന്നു നിൽക്കുകയാണ്. ഒരു അനക്കം കേട്ട് വെജിറ്റ അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവർ മൂന്നുപേരും ഒരുമിച്ച് താഴേക്ക് കുനിഞ്ഞു നിൽക്കുന്നതിനാൽ അവരെ വെജിറ്റയ്ക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതെല്ലാം കണ്ട് ഷോക്ക് ആവുന്ന ക്രില്യൻ, ഇത് അസാധ്യകരമാണ്, ഒരു എനർജി മീറ്റർ പോലും ഇല്ലാതെ അവൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്? ഒരു പക്ഷെ അവനും നമ്മളെ പോലെ കീ സെൻസ് ചെയ്യാനുള്ള സിദ്ധി കിട്ടിക്കാണുമോ എന്ന് ചോദിച്ചുകൊണ്ട് ക്രില്യൻ പല്ലു കടിക്കുമ്പോൾ അതേസമയം അവിടെ ആരെയും കാണുവാൻ സാധിക്കാതെ പോയ വെജിറ്റ, ഞാൻ ആ എനർജി മീറ്റർ നശിപ്പിച്ചു കളഞ്ഞത് മണ്ടത്തരമായി പോയല്ലോ, ഇവിടെ ആരെയും കാണുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് നിരാശപ്പെട്ട് നിൽക്കുകയാണ്. എനിക്ക് ചെറിയൊരു കീ മാത്രമാണ് ഇപ്പോൾ സെൻസ് ചെയ്യാൻ സാധിക്കുന്നത്, അത് ആ മലയുടെ പിറകിൽ നിന്നുമാണ്, എന്തായാലും അത് നോക്കിയാക്ക എന്നും പറഞ്ഞ് വെജിറ്റ അവിടേക്ക് പറന്നെടുക്കുമ്പോൾ നമുക്ക് പണി കിട്ടിയിരിക്കുന്നു, അവൻ നമ്മളെ ഇപ്പോൾ കണ്ടുപിടിച്ചാൽ കൊന്നുകളയെന്നും പറഞ്ഞ് ഗുഹാൻ കരയുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ല ഗുഹാൻ, യുദ്ധമെങ്കിൽ യുദ്ധം, ചാവെങ്കിൽ ചാവ്, നീ തയ്യാറായിക്കൊള്ളൂ എന്നും പറഞ്ഞ് ഗുഹാനെ ക്രില്യൻ തയ്യാറാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മലയുടെ സൈഡിൽ മറിഞ്ഞു നിൽക്കുന്ന ഗുഹാനും ക്രില്യനും വെജിറ്റ മുന്നിലേക്ക് വരുന്ന സമയം നോക്കി അവനോട് ഫൈറ്റ് ചെയ്യാമെന്ന് ഉറപ്പിച്ചു നിന്നുകൊണ്ട് തയ്യാറായി നിൽക്കുമ്പോഴേക്കും വെള്ളത്തിനുള്ളിൽ നിന്നും ഭീകരനായ ഒരു മത്സ്യം വെജിറ്റയുടെ നേർക്ക് കുതിച്ചു ചാടുകയാണ്. വെള്ളത്തിൽ നിന്ന് വന്ന മീനിനെ കാണുന്ന വെജിറ്റ, ഓ ഇതിന്റെ ശക്തിയായിരിക്കും ചിലപ്പോൾ ഞാൻ സെൻസ് ചെയ്തത്, എനിക്ക് വെറുതെ കളയാൻ സമയമില്ല, മിച്ചമുള്ള ഡ്രാഗൺ ബോളിൽ ഒരെണ്ണം എനിക്ക് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് വെജിറ്റ അവിടെ നിന്നും തിരിക്കുകയാണ്. രണ്ടെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും കണ്ടുപിടിച്ച് എനിക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ഇനി എനർജി മീറ്റർ ഒന്നും മിച്ചമില്ലാത്തതിനാൽ റീസകിനി അത് കണ്ടുപിടിക്കാനേ സാധിക്കുകയില്ല. പിന്നെ അവർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച 5-6 ഡ്രാഗൺ ബോൾ വെറുതെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് പോകേണ്ടി വരും. അന്നേരം എനിക്കത് ലളിതമായി കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് വെജിറ്റ പൊട്ടി ചിരിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് ക്രില്യനും ഗുഹാനും നമക്കൻ ഗേട്ടൂടെ നിലത്തേക്ക് കിടക്കുകയാണ്. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ബുൾമയുടെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട്, നമ്മുടെ പ്രസൻസ് മറയ്ക്കാൻ വേണ്ടി നമുക്ക് ചാടി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും ചാടി ബുൾമയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ട് നമ്മളിപ്പോൾ കാണാതെ പോകുന്ന അവസ്ഥയാണെന്നും പറഞ്ഞ് ക്രില്യൻ കരയുകയാണ്. അതേസമയം ബുൾമ ഒളിച്ചിരുന്ന ഗുഹാമുഖത്തിന്റെ മുന്നിലെത്തുന്ന അവർ ബുൾമയെ കാണാതെ വരുന്നതിനാൽ ബുൾമ ഗുഹയുടെ അകത്തേക്ക് പോയി കാണും എന്ന് കരുതിക്കൊണ്ട് ഗുഹയുടെ അകത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ക്യാപ്സുൽ കാർപ്പ് നഴിയേക്കുന്ന വളരെ വലിയൊരു വീടാണ് അവർക്ക് കാണുവാൻ സാധിക്കുന്നത്. പെട്ടെന്ന് അവരുടെ ഒച്ച കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ബുൾമ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന നമക്കൻ കുട്ടിയെ കാണും. ഇവനാരാണ്, ഇവനെ കാണുവാൻ പിക്കലോ കുഞ്ഞായതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. നമുക്ക് അകത്തു പോയിരുന്ന് സംസാരിച്ചാലോ എന്ന് ക്രില്യൻ ചോദിക്കുന്നുണ്ടെങ്കിലും സന്തോഷം അടക്കി വെക്കാൻ കഴിയാതെ വരുന്ന ബുൾമ, ഗോകു കുട്ടിക്കാലത്ത് ഭൂമിയിലേക്ക് വന്ന സ്പേസ് ഷിപ്പിനെ പഠിച്ചുകൊണ്ട് എന്റെ അച്ഛൻ വളരെ വലിയൊരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കി ഗോകുവിന് കൊടുത്തിട്ടുണ്ട്, ആ സ്പേസ് ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഗോകുവിന് ഒരു 6 ദിവസം കൊണ്ട് ഇവിടെ എത്തുവാൻ സാധിക്കുന്നതാണ്, നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ പോവുകയാണ് ഗൈസ് എന്നും പറഞ്ഞ് ബുൾമ തുള്ളിച്ചാടുമ്പോൾ, എന്ത് എന്റെ അച്ഛൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഗുഹാനും ഗോകു വരുന്നുണ്ടോ, യാവൂ സന്തോഷമായി എന്ന് പറഞ്ഞ് ക്രില്ലിനും തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുന്ന നമക്കൻ കുട്ടി, ഇവരെന്താണ് ഈ പറയുന്നത്, ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നൊന്നും മനസ്സിലാകാതെ വ്യാകുലപ്പെട്ട് നിൽക്കുകയാണ്. അതേസമയം ഗോകു പറന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്പേസ് ഷിപ്പിനുള്ളിൽ വളരെയധികം ആയാസപ്പെട്ടുകൊണ്ട് വളരെയേറെ വെയിറ്റ് ഏറിയ 2 ഡംബൽ എടുത്തുകൊണ്ട് ഉയർന്ന ഗ്രാവിറ്റിയിൽ കിടന്ന് കഠിനമായി പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അന്തരീക്ഷത്തിൽ കൂടി പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന വെജിറ്റയ്ക്ക്
20 നമക്കിയന്മാരുടെ പ്രസൻസ് സെൻസ് ചെയ്യാൻ സാധിക്കുകയും അവിടെ ഉറപ്പായും ഡ്രാഗൺ ബോൾ ഉണ്ടാകും, അവന്മാരെ പോയി വേറിട്ട് ഡ്രാഗൺ ബോൾ മേടിക്കാമെന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വെജിറ്റ അവിടേക്ക് പറക്കുകയാണ്. അങ്ങനെ നമക്കന്മാരുടെ ഒരു പട്ടണത്തിന്റെ മുകളിൽ എത്തുന്ന വെജിറ്റ ഇത്ര മനോഹരമായി കിടക്കുന്ന ഈ ഗ്രാമം കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഫ്രീസയും കൂട്ടർ ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ ഡ്രാഗൺ ബോൾ സ്വന്തമാക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ് എന്നും പറഞ്ഞ് വളരെ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്. നിങ്ങളിൽ ആരാണ് ഇവിടെ എൽഡർ എന്ന് ചോദിച്ച് ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ ഡ്രാഗൺ ബോൾ വേണം, പെട്ടെന്ന് തരുമെന്നും പറഞ്ഞ് വെജിറ്റ പൊട്ടി ചിരിക്കുമ്പോൾ പ്രായം കൂടി ഒരു മൂപ്പൻ അവരുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ഞാനാണ് ഈ ഗ്രാമത്തിന്റെ മൂപ്പൻ, നീ എന്തിനു വേണ്ടിയാണ് ഡ്രാഗൺ ബോൾ അന്വേഷിക്കുന്നതെന്ന് വെജിറ്റോട് ചോദിക്കുന്നു. എന്നാൽ അതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന വെജിറ്റ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, പെട്ടെന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്നും പറഞ്ഞ് വെജിറ്റ ഒരു വിരൽ ചൂണ്ടിക്കൊണ്ട് വളരെ വലിയൊരു എനർജി അറ്റാക്ക് അയാൾക്ക് നേരെ അയക്കുകയാണ്. പിക്കലോയെ പോലെ രൂപമുള്ള ഒരാൾ അയാളുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ജീവൻ ബലിയർപ്പിക്കുകയാണ്. ബുൽമയുടെ താവളത്തിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ക്രില്യനും ഗുഹാനും നമക്കൻകുട്ടി ഒരു വറ്റുപോലും കഴിക്കാതിരിക്കുന്നത് കാണുമ്പോൾ നീ എന്താണ് കഴിക്കാത്തതെന്ന് ക്രില്യൻ ചോദിക്കുകയാണ്. നീ എന്താടാ ക്രില്യൻ പറയുന്നത്, അവന്റെ ഗ്രാമത്തിലുള്ള ആൾക്കാർ അവന്റെ കൺമുന്നിൽ വെച്ചാണല്ലേ മരിച്ചത്, അതിന്റെ ഷോക്കിലായിരിക്കും അവനെന്നും പറഞ്ഞ് ബുൾമ അവനെ വഴക്ക് പറയുമ്പോൾ അതെല്ലാം കേൾക്കുന്ന നമക്കൻകുട്ടി അയ്യോ അതുകൊണ്ടല്ല, ഞങ്ങൾ ഇങ്ങനത്തെ സാധനമൊന്നും കഴിക്കാറില്ല, ഞങ്ങൾ വെറും വെള്ളം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേനും ക്രില്യനും കൂട്ടരും ഷോക്ക് ആവുകയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നമക്കൻ ലോകം മുഴുവൻ അജീസ ട്രീയാൽ സമ്പന്നമായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രകൃതി ദുരന്തവും വരൾച്ചയും കാരണം ഞങ്ങളുടെ ഹോംലാൻഡ് മുഴുവൻ നശിച്ചു പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ നമക്കൻ വീണ്ടും സുന്ദരമാക്കാനാണ് നോക്കിയതെന്നും പറഞ്ഞ് നമക്കൻകുട്ടി വിഷമിക്കുമ്പോൾ നിന്റെ പേര് എന്താണെന്ന് ക്രില്ലിൻ അവനോട് ചോദിക്കുകയാണ്. എന്റെ പേര് ഡെൻഡെ എന്നാണ്, നിങ്ങളൊക്കെ ആരാണ്, എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് അവൻ ഇവരോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും വളരെ വലിയ മാരകമായി എന്തോ ഒന്ന് സെൻസ് ചെയ്യുന്ന ഗുഹാൻ ക്രില്യൻ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ പിറകെ ഓടുന്ന ക്രില്യനും ഗുഹാനും എവിടേക്കോ നോക്കി സ്തംഭിച്ചു നിൽക്കുകയാണ്. ഒരു നമക്കൻ ഗ്രാമത്തെ മുഴുവനും നിഷ്ഠൂരമായി ആരോ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് ഗുഹാൻ പല്ലു കടിക്കുമ്പോൾ ഉറപ്പായോ അതാ വെജിറ്റ തന്നെയാവുമെന്നും പറഞ്ഞ് ക്രില്യൻ വളരെയധികം ദേഷ്യപ്പെടുകയാണ്. അത് കേൾക്കുന്ന ഡെൻഡയ്ക്കും കുറച്ചധികം സങ്കടം വരുന്നുണ്ട്. വെജിറ്റയ്ക്കും മറ്റുള്ളവരുടെ കേസ് സെൻസ് ചെയ്യാനുള്ള ശക്തിയും കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗോകു എത്രയും വേഗം ഇവിടേക്ക് വന്നില്ല എങ്കിൽ നമ്മൾ മുഴുവൻ ഇവിടെ വെച്ച് തന്നെ മരിക്കുന്നതാണെന്ന് പറഞ്ഞ് ക്രില്യൻ പല്ലു കടിക്കുന്നു. വെജിറ്റയും മറ്റേ ശക്തിയുള്ള കാട്ടാളനും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിലും അവന്മാരിൽ ആരെങ്കിലും ഒരാൾക്ക് അതിന്റെ ശക്തി ഉപയോഗിച്ച് എറ്റേണൽ പവർ നേടാൻ സാധിച്ചെങ്കിൽ അവന്മാർ ഈ ലോകം മുഴുവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ക്രില്യൻ പല്ലു കടിക്കുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്ന ഗുഹാനും അരിശപ്പെടുകയാണ്. പക്ഷേ പെട്ടെന്ന് ബുദ്ധി ഉപയോഗിക്കുന്ന ബുൽമ നമുക്ക് ആ ഡ്രാഗൺ ബോളുകൾ ഏതെങ്കിലും ഒരെണ്ണം കിട്ടുവാണെങ്കിൽ അത് ഒളിപ്പിച്ച് വെച്ചാൽ മതിയായിരുന്നു, അവന്മാർക്ക് ആ 7 ഡ്രാഗൺ ബോൾ കിട്ടിയാൽ മാത്രമല്ലേ ഈ ശക്തി കിട്ടുകയുള്ളെന്നും പറഞ്ഞ് ഐഡിയ പ്രയോഗിക്കുകയാണ്. എല്ലാം മണ്ടത്തരമായി പോയി, ഗോകുവിടെ വന്നാൽ പോലും ഇവന്മാരെ കൊല്ലുവാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ആ വെജിറ്റയാണെ ഭൂമിയിൽ വെച്ച് ഞാൻ കൊല്ലണ്ടായിരുന്നു, അന്ന് അവനെ കൊല്ലാതെ വിട്ടതോർത്ത് എനിക്കിന്ന് പശ്ചാത്താപം ഉണ്ടെന്നും പറഞ്ഞ ക്രില്ലിൻ വളരെയധികം ദേഷ്യത്തിൽ നിലത്തിടിക്കുകയാണ്. പക്ഷെ അതെല്ലാം കേൾക്കുന്ന ഡെൻഡെ അവരുടെ പിറകിൽ വന്നിട്ട് സത്യം പറയൂ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്, ഞങ്ങളുടെ ഈ ലോകത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമോ എന്ന് ചോദിച്ച് അവരുടെ മുന്നിൽ കൈകോപ്പി നിന്ന് കരയുകയാണ്. അതേസമയം വെജിറ്റ വളരെയധികം നിഷ്ഠൂരമായി നമക്കൻ ഗ്രാമത്തിലുണ്ടായിരുന്ന മുഴുവൻ നമക്കനെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന മൂപ്പൻ നീ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത്, ഇതെല്ലാം വളരെയധികം തെറ്റാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് വെജിറ്റയോട് പറയുമ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ഡ്രാഗൺ ബോൾ തരുമെന്ന് വെജിറ്റ പല്ല് കടിച്ചുകൊണ്ട് പറയുകയാണ്. ദേഷ്യം വരുന്ന വെജിറ്റ അവിടെ നിന്നിരുന്ന മൂപ്പനെയും കൊന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വീടിനകത്ത് കയറി അതിനുള്ളിൽ ഭദ്രമായി വെച്ചിരുന്ന ഡ്രാഗൺ ബോൾ എടുക്കുകയാണ്. അതേസമയം ടെൻഡയോട് കഥ പറഞ്ഞുകൊണ്ടിരുന്ന ക്രില്ലി നിന്റെ പ്രായം ഉണ്ടായിരുന്നപ്പോഴാണ് കാമിസാമ ഞങ്ങളുടെ ഭൂമിയിലേക്ക് വന്നത്, അദ്ദേഹമാണ് ഞങ്ങളുടെ ഡ്രാഗൺ ബോൾ ഉണ്ടാക്കിയത്, അദ്ദേഹം മരിച്ചുപോയതിനാൽ ഞങ്ങളുടെ ഭൂമിയിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോളും അദ്ദേഹത്തെ മരിച്ചുപോയവരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഡെൻഡയോട് ക്രില്യൻ പറയുകയാണ്. ഓ അതിനുവേണ്ടിയാണോ നിങ്ങൾ ഇവിടേക്ക് വന്നത്, എന്നാൽ നിങ്ങൾ എന്റെ കൂടെ ഗ്രാൻഡ് എൽഡറിന്റെ അടുത്തേക്ക് വരും, അദ്ദേഹത്തിന് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്ന് ഡെൻഡെ അവരോട് പറയുകയാണ്. ആരാ ഈ ഗ്രാൻഡ് എൽഡർ എന്ന് ബുൽമ ഡെൻഡയോട് ചോദിക്കുമ്പോൾ ഞങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ച അദ്ദേഹമാണ്, ഇവിടെ നശിച്ചു പോയിരുന്ന സമയത്ത് അദ്ദേഹമാണ് ഈ നമക്കൻ ഗ്രഹം മുഴുവൻ തിരികെ കൊണ്ടുവന്നത്, ഇവിടുത്തെ ഡ്രാഗൺ ബോളുകൾ സൃഷ്ടിച്ച അദ്ദേഹമാണ് എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഡെൻഡെ പുകഴ്ത്തുകയാണ്. ഞാൻ ഗ്രാൻഡ് എൽഡറിന്റെ 108ാമത്തെ കുട്ടിയാണെന്നും പറഞ്ഞ് ചിരിക്കുമ്പോൾ നിന്റെ അമ്മ എവിടെയെന്ന് ചോദിച്ച് ബുൾമ അവനോട് തിരക്കുകയാണ്. എന്നാൽ നമക്കന്മാർക്കിടയിൽ ഫീമെയിൽ ഇല്ല, മുഴുവൻ മെയിലുകൾ മാത്രമേ ഉള്ളൂ, അവർ മുട്ടയിട്ടാണ് ഉണ്ടാകുന്നതെന്നും പറഞ്ഞ് ഡെൻഡെ പറയുമ്പോൾ അത് കേൾക്കുന്ന അവരെല്ലാം ഞെട്ടുകയാണ്. അതൊക്കെ ശരി, ഞങ്ങൾ എന്തിനാണ് ഗ്രാൻഡ് എൽഡറിന്റെ അടുത്തേക്ക് വരേണ്ടത് എന്ന് ക്രില്യൻ ഡെൻഡയോട് ചോദിക്കുമ്പോഴത്തേനും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ 4 നമക്കൻ ഗ്രാമങ്ങൾ നശിച്ചു പോയിരുന്നു, പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു സൈക്കോ ഇപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകളെയും കൊന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നും പറഞ്ഞ് അവർ നോക്കിയിരുന്ന ദിക്കിലേക്ക് ഡെൻഡെ കൈ ചൂണ്ടി കാണിക്കുമ്പോൾ ഇപ്പോഴവിടെ ഒരു ജീവൻ പോലും അവശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ക്രില്യൻ തല താഴ്ത്തുകയാണ്. അത് കേൾക്കുന്ന ക്രില്യൻ അപ്പോൾ വെജിറ്റ ആ ഗ്രാമത്തിലെ ഡ്രാഗൺ ബോൾ സ്വന്തമാക്കാൻ വേണ്ടിയായിരിക്കും അവരെ എല്ലാവരെയും കൊന്നത്, നീ പറഞ്ഞ ഗ്രാൻഡ് എൽഡറിന്റെ കയ്യിൽ ഒരു ഡ്രാഗൺ ബോൾ ഉണ്ടോ എന്ന് ക്രില്യൻ അവനോട് തിരക്കുകയാണ്. ഉണ്ടെന്ന് ഡെൻഡെ പറയുമ്പോഴത്തേനും എന്നാൽ നമ്മൾ ഇപ്പോൾ തന്നെ അവിടേക്ക് പോകേണ്ടതാണ്, മറ്റേ രാക്ഷസന്മാർക്ക് എനർജി മീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല, പക്ഷേ കീ സെൻസ് ചെയ്യാൻ കഴിയുന്ന വെജിറ്റ ഉറപ്പായി അവിടെ ചെല്ലുകയും കണ്ടുപിടിക്കുകയും ചെയ്യും, അതിനു മുന്നേ നമുക്ക് അവിടെ പോകാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡ്രാഗൺ ബോൾ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാം എന്ന് പറഞ്ഞ് ക്രില്യൻ പറയുമ്പോഴത്തേനും അതെല്ലാം മനസ്സിലാക്കുന്ന
ക്രില്യൻ. ശരി ഗുഹ, ഞാനും ഡണ്ടയും കൂടി ഇപ്പോൾ ഗ്രാൻഡ് എൽഡറിന്റെ അടുത്തേക്ക് പോവുകയാണ്. നീയും പുൽമയും ഭദ്രമായിട്ട് ഇവിടെ തന്നെ നിൽക്ക്. നമ്മളെല്ലാവരും ഒരുമിച്ച് ആപത്തിൽ പോയി പെടുന്നതിനേക്കാൾ നല്ലതാണ് നമ്മളിൽ ഒരാൾ മാത്രം പോകുന്നത്. ഞാൻ ശീഘ്രം പോയിട്ട് വരാം എന്ന് പറഞ്ഞ ക്രില്യൻ ഡണ്ടയോടൊപ്പം അവിടെ നിന്നും പുറപ്പെടുകയാണ്. അതേസമയം ഡ്രാഗൺ ബോളുമായി പുറത്തേക്ക് വരുന്ന വെജീറ്റ ആ ഡ്രാഗൺ ബോൾ എടുത്ത് വെള്ളത്തിനടിയിലേക്ക് വലിച്ചെറിയുകയാണ്. ഈ ഡ്രാഗൺ ബോൾ തേടി വരുന്ന ആരും ഇതിനു മുന്നിലെ വെള്ളത്തിനടിയിൽ തെരയുവാനുള്ള ബുദ്ധി കാണിക്കുകയില്ല. ഇതിനുള്ളിൽ ഡ്രാഗൺ ബോൾ ഉള്ള വിവരം ഇപ്പോൾ എനിക്ക് മാത്രമാണ് അറിയാവുന്നത്. ഇതിനി വേറെ ആരെ കൊണ്ടും കണ്ടെത്തുവാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് വെജീറ്റ അന്തരീക്ഷത്തിലേക്ക് പറന്നു പോവുകയാണ്. അതേസമയം ഫ്രീസർ അടുത്ത് നിന്നിരുന്ന സെർബോൺ ആ ഡൊഡോറിയോ പോയിട്ട് ഒരുപാട് നേരമായല്ലോ, എന്താണ് അവൻ തിരികെ വരാത്തതെന്ന് ചോദിച്ച് പല്ല് കടിക്കുകയാണ്. അതെല്ലാം കേൾക്കുന്ന ഫ്രീസ, ഞാൻ പറഞ്ഞോ നിങ്ങളോട് അവനെ നോക്കി നിൽക്കാൻ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഡ്രാഗൺ ബോൾ വെച്ചിട്ട് മിച്ചമുള്ള 2 ഡ്രാഗൺ ബോൾ തപ്പി പോകാൻ നോക്ക്. ഇതും കൊണ്ട് ഞാൻ ഷിപ്പിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഫ്രീസ പല്ല് കടിക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പടയാളികൾ രണ്ടുപേരും 5 ഡ്രാഗൺ ബോളുകളോട് ഫ്രീസയുടെ മുന്നിൽ കൊണ്ട് നിർത്തി വെച്ചിട്ട് 3 മണിക്കൂറിനുള്ളിൽ ഇവിടെ തിരികെ വരണം, നമുക്ക് 2 ദിശയിലേക്ക് പോവാമെന്നും പറഞ്ഞ് 2 ദിക്കിലേക്ക് അവർ രണ്ടുപേരോട് പോവുകയാണ്. എന്നിട്ട് ഫ്രീസ വളരെ ബുദ്ധിപൂർവ്വം, എനിക്ക് തോന്നുന്നത് ആ വെജീറ്റ ഇപ്പോൾ മിച്ചമുള്ള 2 ഡ്രാഗൺ ബോളും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അവന് ഉറപ്പായും നമ്മുടെ കയ്യിലുള്ള 5 ഡ്രാഗൺ ബോളുകൾ തേടി ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അവനെങ്ങാൻ ഇവിടേക്ക് വന്ന് അവനെ കൊന്നിട്ട് അവന്റെ കയ്യിലുള്ള മിച്ച 2 ഡ്രാഗൺ ബോളും ഞാൻ എടുക്കുന്നതാണെന്നും പറഞ്ഞ് ഫ്രീസ അട്ടഹസിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ അമരത്വം നേടുമെന്നും പറഞ്ഞ് ഫ്രീസ വളരെ സന്തോഷത്തിൽ നോക്കുമാർമ ഉപയോഗിച്ചുകൊണ്ട് 5 ഡ്രാഗൺ ബോളുകൾ അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ട് ഫ്രീസയും ഡ്രാഗൺ ബോളുകൾ ഒരുമിച്ച് ഷിപ്പിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അന്തരീക്ഷത്തിൽ രണ്ടേടൊപ്പം പറന്നു പോയിക്കൊണ്ടിരുന്ന ക്രില്യൻ ഗഗനമായി ചിന്തിക്കുകയാണ്. വെജീറ്റയുടെ ശക്തി നേരത്തെ ഭൂമിയിൽ അവൻ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു രാക്ഷസൻ ഫ്രീസയുടെ ശക്തി അവനേക്കാളും വളരെയേറെ കൂടുതലുമാണ്. ഗോകു ഇവിടേക്ക് വരുമ്പോൾ എന്തുതരം ട്രെയിനിങ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഈ ശക്തരായ 2 എതിരാളികളെ എതിർത്ത് നിൽക്കുക മാത്രം ശക്തി ഗോകുവിനുണ്ടോ എന്നത് എനിക്ക് സംശയം തന്നെയാണ്. ഗോകുവിന് എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കണേ എന്നത് മാത്രമാണ് എന്റെ പ്രാർത്ഥന. ഗോകുവിനെ കൊണ്ട് മാത്രമേ ഇപ്പോൾ രക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ പ്ലാനറ്റ് എർത്തിനെയും നമക്കിനെയും രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം ക്രില്യൻ പറയുമ്പോഴത്തേനും ശരവേഗത്തിൽ അന്തരീക്ഷത്തിൽ കൂടി പറന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്പേസ്ഷിപ്പിനുള്ളിൽ നിന്നുകൊണ്ട് ഗോകു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ ആരംഭിച്ച 20 ടൈം ഗ്രാവിറ്റിയിലുള്ള പരിശീലനം നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കഠിനമായ രീതിയിൽ പുഷപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഗോകുവിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.